നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജിസി. പ്രധാന വാർത്തകൾ. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ബ്രിഗേഡ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ റെയ്ബാൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ സാഗര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തങ്ങളുടെ വിഹിതം ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി മാതൃക തീർത്തത്. ഓണം വിപണന പദ്ധതികളുമായി കയർഫെഡ് രംഗത്ത്. ഓഗസ്റ്റ് 5 മുതൽ കയർഫെഡിന്റെ ഓണം ബമ്പർ മെഗാ കാർണിവൽ വിപണന പദ്ധതികൾ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊൽക്കത്തയിൽ ഡോക്ടർ ബലാത്സംഗ ശേഷം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൺമണിക്കൊരു സമ്മാനം പദ്ധതിയുമായി ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡ് കൗൺസിലർ രംഗത്ത്. തന്റെ വാർഡിൽ പുതുതായി ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും ആദ്യ സമ്മാനം നൽകുന്ന പദ്ധതിയുമായി വാർഡ് കൗൺസിലർ നസീർ പുന്നയ്ക്കലാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ചട്ടങ്ങളിലെ അവ്യക്തത പരിഹരിച്ച് വ്യക്തത വരുത്തലാണ് ഈ ഭേദഗതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം നൽകാൻ ഇതോടെ സാധിക്കും. അദാലത്തുകൾ അതിനുള്ള വേദികളാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു. പരാതികൾ ചട്ടത്തിനും നിയമത്തിനും എതിരല്ലാതെ പരാതിക്കാർക്ക് അനുകൂലമായിട്ട് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഈ അദാലത്തുകളിൽ പൊതുവായി സ്വീകരിക്കുന്ന സമീപനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവയാണ്. ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യത്തിനും തദ്ദേശ സ്ഥാപനങ്ങളെ ആളുകൾക്ക് ആശ്രയിക്കണം. കോടിക്കണക്കിന് ആളുകൾ ദൈനംദിനം സമീപിക്കുന്ന സ്ഥാപനങ്ങളാണ്. സ്വാഭാവികമായിട്ടും പരാതികൾ കൂടുതലുണ്ടാവും. അത് തീർപ്പാകാതെ വരുമ്പോൾ അസംതൃപ്തിയും കൂടുതലുണ്ടാവും. ഗവൺമെന്റ് ഊന്നൽ കൊടുക്കുന്നത് സമയബന്ധിതമായി സേവനങ്ങൾ ഉറപ്പാക്കുക എന്നതിനാണ്. വ്യക്തിഗത പരാതികളിൽ തീർപ്പുണ്ടാക്കുന്നത് മാത്രമല്ല, അവ തീർപ്പാക്കുന്നത് പലതും പൊതു തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നതാണ് അദാലത്തിന്റെ പ്രത്യേകതയെന്ന് മന്ത്രി പറഞ്ഞു. PMAY ഗുണഭോക്താക്കൾക്ക് ദേശീയപാതയുടെ ആക്സസ് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് നിഷേധിച്ചുകൂടാ എന്ന തീരുമാനം തിരുവനന്തപുരം അദാലത്തിൽ എടുത്തു. കേന്ദ്ര സർക്കാരാണ് ഇതിലുള്ള തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാനം ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അന്തിമ തീരുമാനമാകുന്നതുവരെ പെർമിറ്റ് നിഷേധിക്കരുത് എന്ന താൽക്കാലിക തീരുമാനം അദാലത്തിലൂടെ കൈക്കൊണ്ടുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. SDV സെന്റിനറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. MLAമാരായ H. സലാം, ദലീമ ജോജോ, U. പ്രതിഭ, തോമസ് K. തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു, നഗരസഭ അധ്യക്ഷ KK ജയമ്മ, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർപേഴ്സൺസ് വൈസ് പ്രസിഡന്റ് ഷെർലി ഭാർഗവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PP സംഗീത, അർബൻ അഫയേഴ്സ് വകുപ്പ് ഡയറക്ടർ സൂരജ് ഷാജി, കൗൺസിലർ K. ബാബു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ബ്രിഗേഡ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ റെയ്ബാൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ബ്രിഗേഡ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ റെയ്ബാൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 14 ജില്ലകളിൽ നിന്നുമായി 500ഓളം യൂത്ത് ബ്രിഗേഡ് ലീഡേഴ്സ് പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ചടങ്ങിൽ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ അരുൺ കുമാർ, ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ R രാഹുൽ, M ഷാജർ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് ചാമുവൽ, പ്രസിഡന്റ് S സുരേഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ചിന്നു L കടവിൽ, അനുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ശുചിത്വ മിഷൻ കൺസൾട്ടന്റ് N ജഗ്ജീവൻ, ശിവജിത്ത്, ഭണ്ഡാരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നയിച്ചു. ദുരന്ത ഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ സാഗര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തങ്ങളുടെ വിഹിതം ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി മാതൃക തീർത്തത്. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ സാഗര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തങ്ങളുടെ വിഹിതം ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി മാതൃക തീർത്തത്. സാഗര റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഹബീബ് ഉസ്മാൻ, വൈസ് പ്രസിഡന്റ് നസീർ, വാർഡ് കൗൺസിലർ സിമി ഷാഫി ഖാൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഫാസിൽ അബ്ദുറഹ്മാൻ, അൻസിൽ പട്ടാമ്പി എന്നിവർ ചേർന്നാണ് വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി തങ്ങളുടേതായ പങ്ക് ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. ഓണം വിപണന പദ്ധതികളുമായി കയർഫെഡ് രംഗത്ത്. ഓഗസ്റ്റ് 5 മുതൽ കയർഫെഡിന്റെ ഓണം ബമ്പർ മെഗാ കാർണിവൽ വിപണന പദ്ധതികൾ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കയർഫെഡിന്റെ നേതൃത്വത്തിൽ ഓണം വിപണന പ്രത്യേക പദ്ധതികൾ സെപ്റ്റംബർ 30 വരെ സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി കയർഫെഡ് ചെയർമാൻ TK ദേവകുമാർ പറഞ്ഞു. ഈ ഓണക്കാലത്ത് കയർഫെഡിന്റെ നിലവിലുള്ള സ്വന്തം ഷോറൂമുകൾക്കും ഏജൻസികൾക്കും പുറമെ സംസ്ഥാനത്തൊട്ടാകെ കയർഫെഡ് ഓണക്കാല താൽക്കാലിക വിപണനശാലകളും തുടങ്ങും. സംസ്ഥാനത്തെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും കയർഫെഡിന്റെ ഷോറൂമുകളും ഏജൻസികളും താൽക്കാലിക സ്റ്റാളുകളും ഇതിനോടകം തന്നെ പ്രവർത്തന സജ്ജമായതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കയർഫെഡ് ഷോറൂം, പ്രദർശനശാലകൾ എന്നിവിടങ്ങളിൽ നിന്നും ഓണം വിപണന ഏജൻസികളിൽ നിന്നും 2000 രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് ഓണം ബമ്പർ മെഗാ കാർണിവൽ പദ്ധതി പ്രകാരം നറുക്കെടുപ്പിലൂടെ സമ്മാന പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് 1ാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ, 2ാം സമ്മാനമായി 2 പേർക്ക് AC, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ, 4ാം സമ്മാനം 20 പേർക്ക് മൈക്രോവേവ് ഓവൻ അടക്കം സമ്മാനം നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കയർഫെഡ് പ്രസിഡന്റ് TK ദേവകുമാർ, വൈസ് പ്രസിഡന്റ് R സുരേഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം NR ബാബുരാജ്, ജനറൽ മാനേജർ V ബിജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊൽക്കത്തയിൽ ഡോക്ടർ ബലാത്സംഗ ശേഷം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൊൽക്കത്തയിൽ ഡോക്ടർ ബലാത്സംഗ ശേഷം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. യൂണിയൻ വനിതാ കമ്മിറ്റി ജില്ലാ കൺവീനർ PS ഷീജ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ യൂണിയൻ വനിതാ കമ്മിറ്റി സംസ്ഥാന സമിതി അംഗം TP രാജമോൾ സമരത്തിന് ആസ്പദമായ സംഭവത്തെ സംബന്ധിച്ച് വിശദീകരണം നൽകി. സ്വന്തം ഈ തൊഴിലാളിയാണെന്നോ ഒരു പൗരയാണെന്നോ യാതൊരു അവകാശവും അവർക്ക് നൽകാതെ അവരെ ഒരു ഉപഭോഗ വസ്തുവായി കണ്ടുകൊണ്ട് മാത്രമാണ് ഈ സമൂഹം അവരോട് പെരുമാറുന്നത്. എല്ലാ സ്ഥലത്തും പശ്ചിമബംഗാൾ മാത്രമല്ല, നമുക്കറിയാം ലൈംഗികമായ അല്ലെങ്കിൽ പോലും നമ്മുടെ മന്ദിരാദാസ് ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം അവർ അക്രമിയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീ സൗഹൃദമാകാത്തത് മൂലമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആവർത്തിച്ചു പോകുന്നത്. ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ തൊഴിലിടങ്ങളിൽ സ്ത്രീ സൗഹൃദമാക്കുക, സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഏത് ഭരണകൂടമാണെങ്കിലും അത് സ്ത്രീകൾക്ക് ഉറപ്പാക്കുക. ഈ ഒരു സംഭവത്തില് പശ്ചിമബംഗാളിലെ ആ പ്രിൻസിപ്പാള് ആത്മഹത്യയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ശക്തമായ പ്രതിഷേധത്തിന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി BS ബെന്നി, ആമിന ബീവി, M സജീന, വിമോജസ് ധരൻ, B സുരേഷ്, DM മായ തുടങ്ങിയവർ സംസാരിച്ചു.
തൊഴിലിടത്തെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, സ്ത്രീ തൊഴിലാളികൾക്കെതിരെ അതിക്രമം അവസാനിപ്പിക്കുക, കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കൺമണിക്കൊരു സമ്മാനം പദ്ധതിയുമായി ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡ് കൗൺസിലർ രംഗത്ത്. തന്റെ വാർഡിൽ പുതുതായി ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും ആദ്യ സമ്മാനം നൽകുന്ന പദ്ധതിയുമായി വാർഡ് കൗൺസിലർ നസീർ പുന്നക്കലാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൺമണിക്കൊരു സമ്മാനം പദ്ധതിയുമായി ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡ് കൗൺസിലർ രംഗത്ത്. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷനും വലിയമരം വാർഡ് കൗൺസിലറുമായ നസീർ പുന്നക്കലാണ് തന്റെ വാർഡിൽ ഇനി പുതുതായി ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും കൺമണിക്കൊരു സമ്മാനം എന്ന പേരിൽ ആദ്യ സമ്മാനം നൽകി വേറിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വലിയമരം വാർഡിൽ അക്ബർ ഖാന്റെ വസതിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. വളരെ നൂതനമായിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ് ഈ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൺമണിക്കൊരു ആദ്യ സമ്മാനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അമൂല്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സമ്മാനം നമ്മൾ ഒരിക്കലും മറക്കാറില്ല. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു പ്രായത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ കൂടി കുഞ്ഞിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വീട്ടുകാർക്കും എല്ലാം തന്നെ ഏറെ സന്തോഷവും ആനന്ദവും പകരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്രകാരം കൺമണിക്കൊരു സമ്മാനം എന്നുള്ള ഒരു പദ്ധതിയിലൂടെ ആ കുഞ്ഞിന് കൊടുക്കാൻ പോകുന്ന ആ ഒരു സമ്മാനം. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് സുഹൈന ബീഗം, ഷമീർ ദമ്പതികളുടെ കുഞ്ഞിന് ആദ്യ സമ്മാനവും പ്രമോദ് മുരളി കൈമാറി. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ചടങ്ങിൽ അധ്യക്ഷയായി. ശിശുക്ഷേമ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി K നാസർ, കോർവ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TG റെജി, നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ശങ്കർമണി, JHIമാരായ S ശ്രീവിദ്യ, ജയ K ജെയിൻ, വലിയമരം PHC നഴ്സിംഗ് സൂപ്രണ്ട് ഷർമിള, ആശാ വർക്കർമാരായ സേതു, സുനിത നാസർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ നസീർ പുന്നക്കൽ ചടങ്ങിന് സ്വാഗതവും ADA സെക്രട്ടറി ഹേമ സിന്ധു നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. DYFI സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് ബ്രിഗേഡ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ റേബാൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ സാഗര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തങ്ങളുടെ വിഹിതം ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി മാതൃക തീർത്തത്. ഓണം വിപണന പദ്ധതികളുമായി കയർഫെഡ് രംഗത്ത്. ഓഗസ്റ്റ് 5 മുതൽ കയർഫെഡിന്റെ ഓണം ബമ്പർ മെഗാ കാർണിവൽ വിപണന പദ്ധതികൾ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊൽക്കത്തയിൽ ഡോക്ടർ ബലാത്സംഗ ശേഷം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൺമണിക്കൊരു സമ്മാനം പദ്ധതിയുമായി ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡ് കൗൺസിലർ രംഗത്ത്. തന്റെ വാർഡിൽ പുതുതായി ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും ആദ്യ സമ്മാനം നൽകുന്ന പദ്ധതിയുമായി വാർഡ് കൗൺസിലർ നസീർ പുന്നക്കലാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.